കർത്താവ് കഥകൾ ധാരാളമായി പറയുമായിരുന്നു. അതിൽ ശ്രദ്ധേയമായ കഥകളിൽ ഒന്നാണ് വിത്ത് വിതയ്ക്കുന്നവന്റെ ഉപമ. അവിടെ നല്ല നിലത്ത് വീണ വിത്തിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അത് എപ്രകാരം വേദം വചനം സ്വീകരിക്കപ്പെട്ടു എന്ന് പറയുന്നതിന് വേണ്ടി ഉപമാരൂപേണ സൂചിപ്പിച്ചതാണ്. കേട്ടത് നല്ലത് നിലത്ത് വീണു, അത് സുരക്ഷിതമായി സംഗ്രഹിക്കപ്പെട്ടു, അത് വളർന്നു, വലിയ ഫലം പ്രാപിച്ചു. അതിന്റെ അർത്ഥമായി പിന്നെ പറയുന്നത്, വിശദീകരണം പറയുന്നത്, നന്മ നിറഞ്ഞ ഹൃദയം, സത്യം നിറഞ്ഞ ഹൃദയം വേദത്തെ, ദൈവവചനത്തെ സ്വീകരിച്ചു. അതുള്ളിൽ വളരുവാൻ ഉള്ള സാഹചര്യമുണ്ടായി. അത് നന്മയ്ക്കായി തീർന്നുവെന്ന് ആദിമ ക്രൈസ്തവ സഭാപിതാക്കന്മാർ പലരുടെയും വ്യാഖ്യാനങ്ങളിൽ പരിശുദ്ധ ദൈവമാതാവിനെ ഈ നല്ല നിലത്ത്, നല്ല നിലമായി വ്യാഖ്യാനിക്കുന്നുണ്ട്. നമ്മുടെ ആരാധനാ ഭാഷയിലും ആരാധനാ പാഠങ്ങളിലും ഇതുണ്ട്. നല്ല നിലമായി ദൈവമാതാവിനെ ഉപമിക്കുക. പ്രധാനമായും എപ്രകാരം കേട്ടു, കേട്ടതിനെ എങ്ങനെ സൂക്ഷിച്ചു, സൂക്ഷിച്ചതിനെ എപ്രകാരം സംരക്ഷിച്ച്, സത്യവും നന്മയും നിറഞ്ഞ, അത് വേദത്തിൽ ഉപയോഗിക്കുന്ന ശൈലി പ്രയോഗം തന്നെയാണ്. an honest and good heart. സത്യവും നന്മയും നിറഞ്ഞ ഹൃദയത്തിൽ അത് വളരുവാനിടയാക്കി, അത് നന്മയുടെ ഫലം പുറപ്പെടുവിച്ചു എന്നുള്ളത് എത്ര മനോഹരമായ ഒരു താരതമ്യമാണിത് പരിശുദ്ധ ദൈവമാതാവിനെ ഉപമിക്കുന്നതിൽ. എന്നാൽ ഇന്ന് അതിനെ തുടർന്ന് അതേ സുവിശേഷ ഭാഗത്ത് പറയുന്ന സംഭവങ്ങളിൽ വിളക്ക് കൊളുത്തി വിളക്ക് തണ്ടിന്മേൽ വെക്കണം, ആ പ്രകാശം ചുറ്റുപാടുമുള്ളവർക്ക് അത് പ്രകാശമായി ലഭ്യമാകണം, അത് പറയിൻ കീഴിലോ കാണാത്തിടത്തോ അല്ല വയ്ക്കേണ്ടത് എന്നും അവിടെയും കർത്താവ് പറയുന്നുണ്ട്. കേൾക്കുന്നതിനെ സൂക്ഷിച്ചുകൊള്ളുവീൻ പറയുന്നു. ഉള്ളവനിൽ നിന്ന് അധികമായി ചോദിക്കും, ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ട് എന്ന് കരുതുന്നത് കൂടി എടുത്തു കളയും എന്ന് പറയുന്നു. അത് പക്ഷേ നമുക്ക് ലോകക്രമപ്രകാരം ഒരല്പം വൈരുദ്ധ്യമായി നമുക്ക് തോന്നിയേക്കാം. പക്ഷേ യഥാർത്ഥ ജ്ഞാനത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. പലപ്പോഴും ഉണ്ട് എന്ന് നമ്മൾ കരുതുന്നതാണ്, അതിനുശേഷം ഈ പ്രകാശത്തെ സ്വീകരിക്കാതെ ഇരിക്കും. ഈ സംഭവ വിവരണത്തിന് ശേഷമാണ് ബന്ധുജനങ്ങളും പ്രിയപ്പെട്ടവർ, അമ്മ, ഇവരെല്ലാം കാണാൻ വരുന്നത്. പക്ഷെ കാണാൻ സാധിച്ചില്ല. അവിടെ ജനസഞ്ചയത്തിന്റെ തടസ്സമുണ്ടായി. അപ്പോൾ വിവരം ചെന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, മാതാവും സഹോദരങ്ങളും കാണാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, എനിക്ക് എന്റെ വചനം കേട്ട്, എന്റെ പിന്നെ അയച്ചവന്റെ വചനം കേട്ട് അത് അനുസരിക്കുന്നവരാണ് എനിക്ക് മാതാവും സഹോദരങ്ങളും പറഞ്ഞു. അതേ തുടർന്ന് വരുന്ന ഇന്ന് വായിച്ച, വൈകിട്ട് നമ്മൾ സന്ധ്യയിൽ ഇവിടെ വായിച്ച വേദഭാഗത്തും പറയുന്നുണ്ട്, നിനക്ക് പാല് തന്നവളും നിന്നെ പോറ്റിയവളും ഭാഗ്യമുള്ളവ എന്ന് പറയുന്നു. അവിടെയും കർത്താവ് ഒരു തിരുത്തൽ പോലെ പറയുന്നുണ്ട്, ദൈവവചനം കേട്ട് അനുസരിക്കുന്നവരാണ് ഭാഗ്യമെന്ന്. ഇതിനെയെല്ലാം പുരസ്കരിച്ച് പലപ്പോഴും പരിശുദ്ധ ദൈവമാതാവിന്റെ സാങ്കത്യം, പ്രാധാന്യത്തെ കുറച്ചു കാണുന്ന വ്യാഖ്യാന സമ്പ്രദായങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ പൗരസ്ത്യ പാരമ്പര്യത്തിൽ അതിനെ നേർ വിപരീതമായിട്ടാണ് കണ്ടത്. കാരണം ഈ പറഞ്ഞ സംഗതികളെല്ലാം പരസ്പര ബന്ധിതമാണ്. നേരത്തെ പറഞ്ഞ സംഭവം, ഉപമ, അതിനു മുമ്പ് പറഞ്ഞ കർത്താവിന്റെ ദർശനം, പഠിപ്പിക്കൽ, കേട്ട് സൂക്ഷിച്ചുകൊള്ളുവീൻ,
യഥാർത്ഥമായ ജ്ഞാനം, വേദം, വചനം സ്വീകരിക്കപ്പെടേണ്ടത് എപ്രകാരമാണ് നൽകേണ്ടത് ലോകത്തിന് എന്നുള്ളത് കേട്ട് സംരക്ഷിച്ച് സൂക്ഷിച്ച് ലോകത്തിന് പ്രകാശമായി നൽകിയത് പരിശുദ്ധ ദേവമാതാവാണ്. നിയോഗം അമ്മയ്ക്കായിരുന്നു. അതുകൊണ്ട് ഒരു പുതിയ കുടുംബ ബന്ധത്തിന്റെ ക്രമമാണ് ഏർപ്പെടുത്തിയത്. കുടുംബ ബന്ധങ്ങളുടെ നിരാസമല്ല, ഒരു പുതിയ ക്രമമാണ്. ആ പുതിയ ക്രമം എന്ന് പറയുന്നത് വേദം, ദൈവവചനം കേട്ട് അനുസരിക്കുന്നവരുടെ ബന്ധങ്ങളുടെ ക്രമത്തെ സംബന്ധിച്ച്. അതാണ് മാതാവും സഹോദരങ്ങൾ എന്ന് പറഞ്ഞത്. അതിന്റെ അഗ്രിമ സ്ഥാനത്ത് നിൽക്കുന്നത് പരിശുദ്ധ ദേവമാതാവാണ്. മാതാവോളം കേട്ട് സംഗ്രഹിച്ച് ലോകത്തിന് നൽകിയത് പുത്രൻ തമ്പുരാനെ തന്നെ, ദൈവപുത്രനെ തന്നെ ലോകത്തിന് സമാധാനമായി പ്രകാശമായി നൽകിയ വേറൊരു വ്യക്തിയില്ല. അതുകൊണ്ട് അതിന്റെ അഗ്രിമ സ്ഥാനത്ത് നിൽക്കുന്നത് പരിശുദ്ധ ദേവമാതാവ് തന്നെയാണ്. ചുരുക്കത്തിൽ നാം പെരുന്നാൾ ആചരിക്കുമ്പോൾ നമ്മൾക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും സൂക്ഷിക്കുവാനും പ്രതിഫലിപ്പിക്കുവാനും ലോകത്തിന് നൽകുവാനും ഉള്ളത് പ്രദക്ഷിണം എന്ന് പറയുന്നത്, മൂവിംഗ് ചർച്ച് എന്നാണ് പറയുന്നത്. സഭയായി ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സമയത്തെയും കാലത്തെയും ശുദ്ധീകരിച്ച് സഭ എന്താണെന്നുള്ളത് ശക്തി പ്രകടനമല്ല, സാമുദായികമായ ശക്തി പ്രകടനമല്ല, മറിച്ച് വിശുദ്ധമായി അന്തരീക്ഷത്തെ വിശുദ്ധമാക്കുന്ന വേദത്തിന്റെ നല്ല വചനങ്ങളെ പകർന്ന് ശുഭ്രത പരത്തി പ്രകാശ പരത്തി ദേവാലയത്തിലേക്ക് തിരികെ ബലിപീഠത്തോളം ചെന്നെത്തുന്ന യാത്ര. ഇത് നമ്മുടെ ജീവിതയാത്ര തന്നെയാണ്. ഈ സുവിശേഷ ഭാഗമെല്ലാം അവിടെ സംഗതമാണ്. കേൾക്കുന്നത് ഉള്ളിൽ സംഗ്രഹിക്കുക, അത് പാകമാകുവാനുള്ള സമയം കൊടുക്കുക. പേഷ്യന്റ് എൻഡ്യൂറൻസ് എന്നുള്ളൊരു ശൈലി പ്രയോഗം കൂടി ഈ ഉപമയിൽ തന്നെ പറയുന്നുണ്ട്. ക്ഷമയോടുകൂടിയുള്ള കാത്തിരിപ്പും ആവശ്യമാണ്. സ്വീകരിക്കുന്നതിനെ, ഉള്ളിൽ വഹിക്കുന്നതിനെ പാകമാകുന്നതിനുള്ള സമയം അനുവദിക്കുക. അത് പാകമാകും, അത് ലോകത്തിന് നന്മയായി പരാവർത്തനം ചെയ്യുന്നതിന് നമുക്ക് സഹായകരവുമാകും. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഈ ദേശത്ത് പരിശുദ്ധ ദേവമാതാവിന്റെ പെരുന്നാൾ നമ്മൾ ആചരിക്കുമ്പോൾ, ഈ യാത്ര നമ്മൾ നിർവഹിക്കുന്ന സമയത്ത് ഇത് വേദം കേട്ട് ഉള്ളിൽ സൂക്ഷിച്ച് സംഗ്രഹിച്ച് ലോകത്തിന് നൽകുന്ന അവസരം കൂടിയാണ്. ലോകത്ത് എമ്പാടും സമാധാനവും അരക്ഷിതത്വമില്ലായ്മയും സുരക്ഷിതത്വവും സ്നേഹവും ദൈവത്തിന്റെ കാരുണ്യവും ക്രിസ്തുവാകുന്ന പ്രകാശവും നന്മയായി പരിലസിക്കട്ടെ. ഈ പെരുന്നാൾ സർവർക്കും അനുഗ്രഹകരമായി തീരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.